വിദ്യാഭ്യാസ സമ്പ്രദായം ഉൾപ്പെടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുകയല്ല, കീഴടക്കുക, മെരുക്കുകയാണ്. വഴിതെറ്റിക്കുകയൊന്നുമല്ല. അങ്ങനെ വഴിയും കാര്യങ്ങളെ പറ്റി ഒന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മൾക്ക് ഇതിവിടെ പല തട്ടുള്ള മനുഷ്യരുണ്ട്. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് പണിയെടുക്കാനാണ്. നിങ്ങൾ ഇങ്ങനെയുള്ളവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇപ്പം നിങ്ങളിങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതിനുള്ള ന്യായം എന്താണ്? ദൈവം നിങ്ങളെങ്ങനെ സൃഷ്ടിച്ചു. ഇതാണ് വൃത്തം. നിങ്ങൾ എന്തുകൊണ്ട് ഈ പണിക്കാരായിട്ട് ഞാൻ എന്തുകൊണ്ട് പണിയെടുക്കുകയും എനിക്ക് എന്തുകൊണ്ട് ഇതിന് ഗുണം കിട്ടുന്നില്ല എന്ന് ചോദിക്കുന്നത്, ദൈവം അങ്ങനെ നിങ്ങളെ സൃഷ്ടിച്ചു പോയി. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ ഭരിക്കാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ ഭരിക്കപ്പെടാനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കുട്ടിക്കാലം തൊട്ട് നിങ്ങൾക്കൊരു തൊഴിലുണ്ട്. ആ തൊഴിൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക്. അങ്ങനെയാണ് കുലത്തൊഴിലുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ ലോകത്തുണ്ടാകുന്നത്. കുലത്തൊഴിലുണ്ടായ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മളൊരു നാട്ടിൽ ജീവിക്കുന്നു. ഇയാൾ തോട്ടിൻ്റെ കരയിലാണെങ്കിൽ ആ തോട്ടിലെ മീനെ പിടിച്ച് തിന്നുന്ന മനുഷ്യനും ഉണ്ടാകും, ആ കിളികളും ഉണ്ടാകും, മൃഗങ്ങളും ഉണ്ടാകും. മനുഷ്യനെന്ന് പറയുന്ന ഒരു മൃഗവും മറ്റുള്ള മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ട് ആ തോട്ടിലെ മീനെ പിടിക്കുന്നുണ്ടാവും. അതിനകത്ത് വെള്ളത്തിനകത്തോട്ട് ചെന്നാലോ അവിടെ ഒരു മീൻ വേറൊരു മീനെ പിടിക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് നിൽക്കുന്ന ഒന്നൊന്നിനെ ആഹരിച്ച് വളരുന്ന ഒരു ലോകമാണ്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ഈ കിളിയുടെ കുലത്തൊഴിൽ എന്താണെന്ന് ചോദിക്കാറുണ്ടോ? അവിടെ കുലമില്ല. കുലമില്ല എന്നുള്ളതല്ല, കുലത്തൊഴിലെന്ന് പറഞ്ഞൊരു സാധനം ഏതെങ്കിലും ജീവികൾക്കുണ്ടോ? ഇല്ല. അപ്പോൾ അത്രയാ മനസ്സിലാക്കണം. മനുഷ്യനും അങ്ങനെ തൊഴിലില്ല. അവർ ജീവിക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് അത്. ആ സ്റ്റാമ്പ് ചെയ്തതാണ് പിടിച്ചുകൊണ്ടുവന്ന് നിങ്ങൾ ഈ പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ തെങ്ങുള്ളിടത്ത് തെങ്ങ കയറാൻ അറിയും. കുരങ്ങന് മരത്തെ കയറുന്ന അവൻ്റെ തൊഴിലല്ല, ജീവനോ ഉപാധിയായിരുന്നതാണ് നമ്മുടെ പണികളെല്ലാം. അപ്പോൾ ഓരോ പ്രദേശത്തിനനുസരിച്ച് എവിടെയാണോ നിങ്ങൾ ജീവിക്കുന്നത് അവിടെ എല്ലാം ഉള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് നമ്മൾ ജീവിക്കുന്നു. അത്രയേ ഉള്ളൂ. ആ പ്രവൃത്തി എന്ന് പറയുന്നത് തൊഴിലായി മാറ്റുന്നത് വേറൊരാൾക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുന്ന സമയത്താണ്. അപ്പോഴാണ് തൊഴിലെടുത്ത് ജീവിക്കണമെന്ന് പറയുന്ന ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് മാത്രമേ. അപ്പോൾ അത് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പഠിപ്പിച്ച് തരിക. അതിനകത്ത് വേറൊന്നും നിങ്ങൾ കാണരുത് എന്ന് പറയുന്നതാണ് സാമൂഹികമായി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മതം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന മുഴുവനും. അപ്പോൾ സെമിനാരിയിൽ വിട്ട് പഠിപ്പിക്കുന്നു, മദ്രസ വിട്ട് പഠിപ്പിക്കുന്നു, മതപാഠശാലയിൽ വിട്ട് പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തട്ടിനകത്ത് നിങ്ങളുടെ സ്ഥലമേത്, അതാണ് നിങ്ങളുടെ ധർമ്മം. നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി നിങ്ങളുടെ കർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ധർമ്മവും കർമ്മവും എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് വളരെ ശരിയാണെന്ന്. വ്യത്യാസങ്ങൾ, സമൂഹത്തിനകത്തെ വ്യത്യാസങ്ങളെ ഓരോ സ്വാഭാവികമായി ഒരു മൃഗം വേറൊരു മൃഗത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് പോലെ നമ്മളുടെ ഇടയിലും ജീവിക്കുന്നതനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അത്രയുമേ ഉള്ളൂ. അപ്പം വ്യത്യാസങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ശരിക്കും ഒരു മനുഷ്യൻ. അത് വ്യത്യാസങ്ങൾ അംഗീകരിക്കുന്നത്. ആ വ്യത്യാസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിനകത്തെ അടിസ്ഥാനം. വേറെ ഒരു സാധ്യത നിങ്ങൾക്കില്ല എന്ന് പറയുന്നത്. അതിനാണ് അങ്ങനെ പഠിപ്പിച്ച് മെരുക്കി എടുത്ത്. അപ്പം പിടിച്ചോണ്ട് വന്ന സമയത്ത് ഇത് ചെയ്യാനൊക്കത്തില്ല, കാരണം അവർ ഓടിപ്പോവും. അതേസമയം കുഞ്ഞിലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിസിലടിച്ചാൽ മതി, കറക്റ്റായിട്ട് വന്ന് ഫാളിൻ ലൈനാണ്. അപ്പോൾ ഇയാൾ ചോദിച്ച് നോക്കുമ്പോൾ ഈ ഫാളിൻ ലൈനിലെ ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നത്. കാരണം നമ്മള് ഈ പറഞ്ഞ സോ കോൾഡ് സമൂഹത്തിന്റെ അകത്തുനിന്ന് വരുന്നവരാകുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ട് ആ ചോദ്യത്തിനെ അഴിക്കാൻ ബാധ്യത വരുന്നത്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പോരെ. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ എന്ത് പറ്റും? എന്നും നമ്മൾ ഈ ഫ്രെയിമിനകത്ത് തന്നെ നിൽക്കും.